ഈ SDP എന്തായാലും ചെറിയ മീനല്ല. ആ മീനിനെ തേടി NIA-യും ED-യും എല്ലാം ഇറങ്ങിയപ്പോൾ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഡൽഹിയിലെല്ലാം അവർ BJP-യും കോൺഗ്രസിനേക്കാൾ വലിയ ഓഫീസുകൾ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവസാനം എന്തായാലും പൂട്ടിക്കെട്ടിയിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. നമുക്കറിയാം, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് BJP. അതുപോലെ പ്രതിപക്ഷ പാർട്ടിയാണ് കോൺഗ്രസ്. 60-70 കൊല്ലം അവർ ഇന്ത്യ ഭരിച്ചു. ഇപ്പോഴും പല സംസ്ഥാനങ്ങളും ഭരിക്കുന്നുണ്ട്. BJP-യും നിരവധി സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ട്. രണ്ടുപേരും ഒരു പാൻ ഇന്ത്യൻ സ്വഭാവമുള്ള പാർട്ടിയാണ്. അപ്പോൾ രണ്ടുപേർക്കും അതിൻ്റേതായ അവരുടെ ആ ഒരു പ്രൗഢി അവരുടെ ഓഫീസിനും ഉണ്ടാകും. ഇപ്പോൾ AICCയുടെ ഓഫീസ് അടുത്ത കാലത്ത് ഡൽഹിയിൽ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കണ്ടതാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ BJP-യുടെ ഓഫീസ് എനിക്ക് തോന്നുന്നു 1-2 വർഷം മുമ്പാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അതോ മാസങ്ങൾക്ക് മുമ്പ് എന്തോ ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. അവിടെ എല്ലാ സൗകര്യങ്ങളുമുള്ള വലിയ ബൃഹത്തായ ഓഫീസാണ്. അപ്പോൾ ഇന്ത്യ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന, ഇന്ത്യ മുഴുവനും വേരുകളുള്ള, പല സംസ്ഥാനങ്ങളും ഭരിക്കുന്ന BJP-ക്കും കോൺഗ്രസിനും ഒക്കെ അത്രയും വലിയ ഓഫീസ് ഉണ്ടാവുക സ്വാഭാവികമാണ്. അതിനേക്കാൾ വലിയ സൗകര്യങ്ങളുള്ള, അതിനേക്കാൾ വലിയ ഒരു ഓഫീസ് ഡൽഹിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ SDP എന്നൊരു പാർട്ടിക്ക് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിൽ അവർക്ക് ഭരണമുണ്ട്, എത്ര സംസ്ഥാനങ്ങളിൽ അവർ പ്രവർത്തിക്കുന്നു, നമുക്ക് സംശയമാണ്. പല സംസ്ഥാനങ്ങളിലും MLA ഇല്ല, പിന്നെ പ്രവർത്തനം പോലുമില്ല പല സംസ്ഥാനങ്ങളിലും. പക്ഷെ അവരുടെ അവകാശവാദങ്ങൾ വളരെ വലുതാണ്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന, കഴിഞ്ഞ ദിവസം പിന്നെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഈ കേരളത്തിലൊക്കെ പല സ്ഥലത്ത് റെയ്ഡ് നടന്നു. കോട്ടയത്തും വാഴൂരും ഒക്കെ റെയ്ഡ് നടന്നു. അവിടെ പാലക്കാടും ഒക്കെ റെയ്ഡ് നടന്നു. പല രേഖകളും പിടിച്ചെടുത്തു. ഈ റെയ്ഡുകൾ തുടരെ നടക്കുന്നുണ്ട്. എന്തായാലും ആ റെയ്ഡുകളുടെ അനുബന്ധമായിട്ട് ഡൽഹിയിലും ഒരു റെയ്ഡ് നടന്നു എന്നാണ് കിട്ടുന്ന വിവരം. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഏജൻസികൾ പുറത്തു വിടുന്നില്ല. ആ ഡൽഹിയിൽ നിന്ന് കിട്ടിയ വിവരം ശരിയാണെങ്കിൽ ഏതാണ്ട് 2 ഏക്കർ സ്ഥലമാണ് അവർ ബിനാമി ഇടപാടുകളിലൂടെ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. ഡൽഹിയിൽ ഒരു ബൃഹത്തായ ആസ്ഥാനം പണിയാൻ ഇവർക്ക് വന്നിരിക്കുന്ന ഫണ്ട് കൂടുതലും അതിനുവേണ്ടി നീക്കി വെക്കണം എന്നൊരാവശ്യം അതിനകത്ത് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു അത്രേ. എന്തായാലും ഈ ED-യും NIA-യും ഇൻകം ടാക്സും ഒക്കെ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഈ കാര്യങ്ങൾ മനസ്സിലായത്. അവർ അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ഈ ഡൽഹിയിലെ ആ 2 ഏക്കർ സ്ഥലം, ബിനാമി പേരുകളിൽ വാങ്ങിക്കൂട്ടിയിരുന്ന സ്ഥലം ഇപ്പോൾ കണ്ടുകെട്ടുകയും ചെയ്തിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരാനുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാകുന്നത് ശരിയാണെങ്കിൽ ഏതാണ്ട് ഇപ്പോൾ നമുക്കറിയാം 262 കോടി രൂപയുടെ ഫണ്ട് അക്കൗണ്ടിൽ വന്നതും അക്കൗണ്ടിൽ അല്ലാതെ വന്ന പണത്തെക്കുറിച്ചും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തന്നെ ചർച്ച ചെയ്തതാണ്. എന്തായാലും ഈ 1000 കോടി രൂപ സമാഹരിക്കാനാണ് അത്ര അവർ ലക്ഷ്യമിട്ടത്. ഈ ബിൽഡിങ്, അതായത് ഡൽഹിയിൽ ഒരു അഖിലേന്ത്യാ ആസ്ഥാനം നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 1000 കോടി രൂപ കളക്ട് ചെയ്യാനാണ് SDP ഉദ്ദേശിച്ചിരുന്നതെന്നും ഈ അന്വേഷണ ഏജൻസികൾ പറയുന്നു. അതിനെ സംബന്ധിച്ച് ഇന്ത്യക്ക് പുറത്ത്, പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ, ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിൽ വലിയ പിരിവ് നടത്താനാണ് അവർ ലക്ഷ്യമിട്ടത്. എന്തായാലും ഇപ്പോൾ ഖത്തറും ഇന്ത്യയും ഒക്കെ തമ്മിൽ വലിയ സഹകരണത്തിലാണ്. നയതന്ത്ര തലത്തിൽ തന്നെ നമ്മുടെ ബന്ധം വളരെ സുദൃഢമാണ്. പല കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നു. ക്രൂഡ് ഓയിൽ അടക്കം, അല്ലെങ്കിൽ ഈ പ്രകൃതിവാതകം അടക്കം ഉള്ള സാധനങ്ങൾ വാങ്ങുകയും ഇന്ത്യ അവരിൽ നിന്ന് വാങ്ങാനും മറ്റുമൊക്കെയുള്ള കരാറായിരിക്കുന്നു. മാത്രമല്ല, അമേരിക്കയുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളിലും ഖത്തറിന് അമേരിക്കയോട് സംസാരിക്കാൻ ഇടനില നിൽക്കുന്നതും ഇന്ത്യയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വലിയ സ്വാധീനമുണ്ട്. അതുപോലെ ഖത്തർ ഭരണാധികാരി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട്, നമുക്കറിയാം അദ്ദേഹം ഡൽഹിയിൽ വന്നപ്പോൾ മോദി നേരിട്ട് ചെന്നാണ് സ്വീകരിച്ചത്. അവർ തമ്മിൽ വളരെ ഊഷ്മളമായ ബന്ധമാണ്. അപ്പോൾ ഈ ഖത്തർ കേന്ദ്രീകരിച്ചു പോപ്പുലർ ഫണ്ടിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇത്തരം പല സംഭവങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നല്ലോ. കാരണം വലിയ രീതിയിൽ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇവർക്ക് ഈ ഫണ്ട് വരുന്നതെന്നും അത് കള്ളപ്പണമായി വരുന്നുണ്ട്. ഈ കള്ളപ്പണം വരുന്നതേ പോകട്ടെ, ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അന്വേഷിക്കുമ്പോഴാണ് രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും മറ്റ് രാജ്യവിരുദ്ധ ശക്തികളുടെ കയ്യിലേക്കാണ് ഇത്തരം പണങ്ങൾ പോകുന്നതെന്നല്ല കണ്ടെത്തിയിരുന്നു. അന്ന് എന്താണോ പോപ്പുലർ ഫണ്ടുമായി ED-യും NIA-യും കണ്ടെത്തിയത്, അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് SDP-യുമായി ബന്ധപ്പെട്ട് തീർച്ചയായും അങ്ങനെ തന്നെയാണ് അതും കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ശ്രീജിത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ സേവന പ്രവർത്തനങ്ങൾ, ചാരിറ്റി, അതുപോലെ മതപരമായ അനുഷ്ഠാനങ്ങൾ, ഇതിൻ്റെയൊക്കെ മറവിൽ പിരിവ് നടക്കുന്നു. ഇപ്പം ഞാൻ നേരത്തെ ഖത്തറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഖത്തറിൽ നിന്ന് ഇനി അത്തരം കാര്യങ്ങൾ ഇന്ത്യക്കെതിരായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ചെയ്യാൻ സാധിക്കില്ല. അവിടെ അവർക്ക് പിടി വീണു. അത് എന്നു മാത്രമല്ല, ഇപ്പോൾ റംസാൻ മാസമാണിത്. ഈ മാസം സക്കാത്ത് കൊടുക്കണം എന്നാണ്. ഈ സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ പേരിൽ ഈ സംഘടന വലിയ തോതിൽ പിരിക്കുന്നുണ്ട്. കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും
ഈ ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് സക്കാത്തിൻ്റെ മറവിൽ വലിയ പിരിവ് നടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, മതപരമായ പണ്ട് കേരളത്തിലെ പല വിവാദ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മുസ്ലിം പള്ളിക്ക് മുന്നിൽ നിന്നും പോപ്പുലർ ഫണ്ട് പണം പിരിച്ചതായിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം, അഖില അഥവാ ഹാദിയയുടെ കേസ് നടത്താൻ വേണ്ടി വലിയ തോതിൽ പിരിവ് നടത്തി. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ കേസിൽ പ്രതിയായ നമ്മുടെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ കേസിൽ പ്രതിയായവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടതിയിലും മറ്റും അവർക്ക് കോടതി ചെലവുകൾക്കും മറ്റുമൊക്കെ ആയിട്ട് വലിയ തോതിൽ പിരിവ് നടത്തിയിട്ടുണ്ട്. ഇതുപോലെ പലതും. അതുപോലെ തന്നെ റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഈ റംസാൻ മാസത്തിൽ പ്രത്യേക പിരിവ് അവരതിനു വേണ്ടി ഒരു എന്താ പറയേണ്ട അത്തരമൊരു ചാരിറ്റി വർക്കിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക വിങ് തന്നെ രൂപീകരിച്ച് അവർ പ്രവർത്തിക്കുകയുണ്ടായി. പത്രങ്ങളിലൊക്കെ വലിയ പരസ്യമൊക്കെ അതിൻ്റെത് വന്നതാണ്. ഈ റംസാൻ മാസത്തിൽ ഈ സക്കാത്ത് കൊടുക്കൂ, റോഹിംഗ്യൻ മുസ്ലിങ്ങൾ പട്ടിണി കിടക്കുകയാണ് എന്നിങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഈ അഭയാർത്ഥി പ്രവാഹം ഉണ്ടായി. നമ്മൾ അഭയാർത്ഥികളെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഈ ചിലരെല്ലാം ഈ ന്യൂനപക്ഷ സമുദായത്തെ എതിർക്കുന്നതിന് കാരണം ഇതാണ്. കാരണം ഇത്തരം പ്രവർത്തനങ്ങൾ തങ്ങളുടെ കൺമുന്നിൽ നടക്കുമ്പോഴും ആ സമുദായം ഈ തീവ്രവാദ ശക്തികളെ എതിർക്കുന്നില്ല, ആ സമയങ്ങളിലെ മൗനം പാലിക്കുന്നതായ ഒരു വിമർശനമുണ്ട്. തീർച്ചയായിട്ടും വളരെ ശക്തമായ വിമർശനമുണ്ട്, കടുത്ത വിമർശനമുണ്ട്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനമുണ്ട്. പലപ്പോഴും നമുക്കറിയാം, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഇത്തരം കാര്യങ്ങളിൽ വളരെ ശക്തമായിട്ട് ഇവരെ പ്രതിയാക്കി അല്ലെങ്കിൽ കുറ്റം ആരോപിച്ച് ഇവർക്കെതിരെ വിമർശനം ഉന്നയിക്കാറുണ്ട്. ഈ പറഞ്ഞതുപോലെ SDPയെയും അങ്ങനെയുള്ള സംഘടനകളെയും തള്ളിപ്പറയുന്നതിൽ മുസ്ലിം പൊതുസമൂഹം മുന്നോട്ട് വരുന്നില്ല, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരുന്നില്ല. പണ്ട് നമുക്കറിയാം, വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് പലപ്പോഴും ഇവരുടെ വോട്ട് വേണ്ട. ഇപ്പോൾ MK മുനീറിനെ പോലൊരു നേതാവ് പറയുകയാണ് SDPയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ആര്യാടൻ ഷൗക്കത്തിന്റെ മകൻ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് പറയുകയാണ് SDPയുടെ വോട്ട് എനിക്ക് വേണ്ട എന്ന് പറയുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനെ എതിർത്തുകൊണ്ട് മുസ്ലിം ലീഗ് നേതൃത്വം രംഗത്ത് വരുന്നതാണ് പിന്നീട് കാണുന്നത്. ഇത് മുസ്ലിം സമൂഹത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരെ ആരെങ്കിലും എതിർക്കാൻ മുസ്ലിം ലീഗിനേക്കാൾ ഇപ്പോൾ കോൺഗ്രസ് ആണ് അതിൽ മുൻപന്തിയിൽ പാലക്കാട് നാം കണ്ടതാണ്. അതുപോലെ മുനമ്പം വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ് മുസ്ലിം ലീഗിനേക്കാൾ വലിയ വർദ്ധിത വീര്യത്തോടുകൂടി ഇത്തരം സംഘടനകളെ, ഈ വിധ്വംസക സംഘടനകളെ കെട്ടിപ്പിടിക്കാനാണ് അവർ തയ്യാറെടുക്കുന്നത്. ഇത് നമ്മൾ മുമ്പും വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇവരെ തള്ളി പറയുന്നില്ല? അതൊരു വലിയ ചോദ്യമാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്രയും വിവരങ്ങളൊക്കെ പുറത്തു വന്നു, ഈ റെയ്ഡ് നടന്നു. ശ്രീജിത്ത്, ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു മുസ്ലിം ലീഗ് നേതാവ് ഇതിനെതിരെ എന്തെങ്കിലും ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇവരെ വിമർശിച്ചു ഉണ്ടച്ചോറിന് നന്ദി കാണിക്കണം. കാരണം പാലക്കാട് നാം കണ്ടതാണ്. തീർച്ചയായിട്ടും CPM-ഉം ഏതാണ്ട് LDF-ഉം ആ വഴിക്ക് തന്നെയാണ് പോകുന്നത്. BJP-യോടുള്ള രാഷ്ട്രീയ വിരോധം നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇത്തരം സംഘടനകളോട് അനുഭവപൂർണമായ CPM-മായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം ഈ ഭൂരിപക്ഷ സമുദായങ്ങളെ കാണിക്കാനെങ്കിലും ഇപ്പോൾ ഇപ്പോൾ SDPയും ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ വഴിയെ പോകുന്ന ആരായാലും അൻവറിനെ മുൻപേ ചാപ്പ കുത്തുന്നതാണ്. ഇപ്പോൾ അൻവർ വാ തുറന്നാൽ ഗോവിന്ദൻ പറയുന്നത് അദ്ദേഹം SDP ആണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇനി മുസ്ലിം തീവ്രവാദി എന്ന് പറയുന്നില്ല, തീവ്രവാദ സംഘടനയുടെ പേര് കിട്ടും. അതും കൂടെ ഇനി പറയാൻ ബാക്കിയുള്ളൂ. പിന്നീട് നാം വയനാട്ടിലും കണ്ടതാണ് വിജയരാഘവന്റെ പ്രസ്താവന. അങ്ങനെ എന്തായാലും പക്ഷെ ഒരു CPM ഒരു മാറ്റത്തിന്റെ ആ ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന ഒരു മാറ്റം, കണ്ണിൽ പൊടിയിടാനെങ്കിലും ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്താൻ അവരുടെ ആശങ്കകൾ, നിങ്ങളുടെ ആശങ്കകൾ ഞങ്ങളും പങ്കുവെക്കുന്നു എന്ന് പേരിനെങ്കിലും പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. പക്ഷെ UDF-ഉം കോൺഗ്രസും പ്രത്യേകിച്ച് മുസ്ലിം ലീഗും ഈ കാര്യത്തിൽ വളരെ നിരുത്തരവാദപരമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇവരെ തള്ളിപ്പറയാൻ ഒട്ടും തന്നെ തയ്യാറാകുന്നില്ല. ഇവരുടെ ഈ എന്താ പറയേണ്ട ഒരു ആക്രാമിക സ്വഭാവത്തിലുള്ള രാഷ്ട്രീയം, ഈ എതിരാളികളെ കൊന്നു തീർക്കുന്ന രാഷ്ട്രീയം, ഇതിനെയൊക്കെ തള്ളിപ്പറയാനുള്ള തൻ്റെ ഇടം UDF-ലെ കോൺഗ്രസ് അടക്കമുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ കാണിക്കുന്നില്ല. എന്തായാലും ഈ റെയ്ഡ് കൂടുതൽ വെളിച്ചം വീശേണ്ടിയിരിക്കുന്നു, കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇവർക്ക് എവിടെയൊക്കെ ഭൂമിയുണ്ട്, എവിടെയെല്ലാം ഇവർ ബിനാമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്, ഇതെല്ലാം ഹവാല പണം ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ED പുറത്തുവിടേണ്ടതുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ അത് പുറത്തു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡൽഹിയിലെ ഈ നീക്കം ഈ ഭൂമി കൃത്യമായിട്ടും ബിനാമി ഇടപാടുകൾ കണ്ടെത്തി നിയമപരമായിട്ട് അത് സീസ് ചെയ്തിരിക്കുകയാണ്. അതിനെ ഇനി അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോകും. ആ ഭൂമി കണ്ടുകെട്ടി സർക്കാരിലേക്ക് മാറ്റും എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും EDയുടെ ഈ റെയ്ഡ്, നമ്മൾ ഒരു കാര്യം കൂടി ഇതിനകത്ത് മനസ്സിലാക്കണം.
ഈ ഇന്ത്യയുടെ ഏത് ഭാഗത്ത് റെയ്ഡ് നടന്നാലും കൃത്യമായിട്ട് കേരളത്തിൽ ഒരു റെയ്ഡ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കും. അപ്പോൾ കേരളത്തിൽ ഇവർ എത്ര ശക്തരാണ്, ഇവർക്ക് എന്തുമാത്രം വേരുകളുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ കാര്യങ്ങൾ. എന്തായാലും വരും ദിവസങ്ങളിൽ ED യിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. ഡൽഹിയിലെ ഈ നീക്കം ഞെട്ടിക്കുന്നതാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല.